ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ പാളിപ്പോയൊരു ലീവ് സ്റ്റിച്ചിൻ്റെ കഥയാണ്. പാളിപ്പോയെന്ന് വെച്ചാൽ ശരിയായിട്ടൊക്കെ വന്നു, പക്ഷേ എവിടെ പാളിപ്പോയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റായിട്ടൊക്കെ വന്നു. പിന്നെ അറിയാമല്ലോ എൻ്റെ ത്രെഡിൻ്റെ കാര്യം. ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ ത്രെഡിൻ്റെ അവസ്ഥ. എന്തായാലും പുതിയ ത്രെഡ് വാങ്ങിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയില്ല. ഇതിന് മുന്നേ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുക. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് പഠിച്ചല്ലോ, ഏകദേശം അതുപോലെ തന്നെ ഞാനിവിടെ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റിച്ച് ചെയ്യാൻ എടുത്തു. അവിടുന്നത് ലീഫിൻ്റെ അറ്റത്തേക്ക് കൊടുത്തു. അറ്റത്തുനിന്ന് വീണ്ടും അത് വലിച്ചു, ബട്ടൺ ഹോൾ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തു. ഇതുവരെ മനസ്സിലായി കാണുമല്ലോ, സാധാരണ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തെടുത്തുനിന്ന് വീണ്ടും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എങ്ങോട്ട് ഏത് സൈഡിൽ വേണമെങ്കിലും അടുത്ത സൈഡിലേക്ക് തൊട്ടടുത്ത് തന്നെ ചെയ്യണം, ഗ്യാപ്പ് ഇടരുത്. തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് എടുക്കുക. അവിടുന്ന് വീണ്ടും അതിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുക സെൻറ്റർ ലൈനിൽ. അതുപോലെ വീണ്ടും അതിനെ എടുത്ത്, ഇപ്പോൾ നേരത്തെ ലെഫ്റ്റിലാണ് ചെയ്തതെങ്കിൽ അടുത്ത റൈറ്റിൽ അവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനെ താഴേക്ക് വലിച്ചുകൊണ്ട് വന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ലപോലെ ഫില്ലായിട്ട് വരും ലീഫ്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സെൻറ്റർ ലൈനിൽ ഞാനിപ്പോൾ സ്ലോ ആയിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സെൻറ്റർ ലൈനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആ കറക്റ്റ് വരച്ചേക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു സ്റ്റിച്ച് എടുത്തു. അതിനെ വലിച്ച് താഴേക്ക് കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ആ സ്റ്റിച്ച് എടുത്ത് ലോക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ലോങ് സ്റ്റിച്ച് ലൈൻ വരച്ചേക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ലോങ് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് നൂല് കറക്റ്റായിട്ട് ഇടയ്ക്കൊന്ന് വലിച്ചു കൊടുക്കണം താഴ്ന്ന്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ലൂസായിട്ടൊന്ന് 2 നൂലല്ലേ നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരെണ്ണം ലൂസായി പോയാലും അതിങ്ങനെ ആ നൂലിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ പൊങ്ങി നിൽക്കാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറക്റ്റ് വലിച്ചൊന്ന് നോക്കുന്നത്. വലിച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിക്കാൻ പറ്റത്തില്ല, വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ കറക്റ്റായിട്ടൊന്ന് വലിച്ച് നോക്കണം. അടിഭാഗത്തും ചിലപ്പോൾ അങ്ങനെ കുരുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വലിച്ച് നോക്കി കറക്റ്റ് വരുന്നുണ്ടോ നോക്കിയിട്ടേ അടുത്ത സ്റ്റിച്ച് കൊടുക്കാവൂ. അതിന് മുന്നേ വലിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ വേണ്ട കറക്റ്റായിട്ടത് ഇങ്ങനെ ലീഫ് പോലെ ഒരു ഷേപ്പ് വരുന്ന പോലെ തോന്നുന്നില്ലേ? ലെഫ്റ്റും റൈറ്റും മാറിയും തിരിഞ്ഞും ഗ്യാപ്പ് വിടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലീഫ് സ്റ്റിച്ച് പല തരത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കോമണായിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് കോമണായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതിനകത്ത് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒരു സൈഡിൽ മാത്രം ബീഡ്സ് ചെയ്യാം, ഒരു സൈഡിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം. അതുപോലെ ഇതിനകത്ത് തന്നെ പല ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായി. ഷുഗർ ബീഡ്സ് ഉപയോഗിച്ച് ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, സെർദോസി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഒറ്റ ലീഫ് പോലെ ഒരു സൈഡിലേക്ക് മാത്രം കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ സിൽക്ക് ത്രെഡ് നമുക്ക് പഠിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിതിപ്പം ചെയ്ത് നോക്കുന്നത്. സിൽക്ക് ത്രെഡ് നമുക്ക് ചെയ്ത് പഠിക്കണമല്ലോ, ആ ഒരു കാര്യം കൊണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ത്രെഡ് കുറച്ച് പഴകിയ ത്രെഡാണ്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനകത്ത് ചെയ്തെടുക്കാൻ. അതുപോലെ നേരത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് സിൽക്ക് ത്രെഡിൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ. നമ്മുടെ നീഡിലും ഒക്കെ കുറച്ചൊന്ന് വഴങ്ങി വരണം ചെയ്ത് പഠിക്കാനായിട്ട്. ഇതിപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അയൺ നീഡിലാണ്. ത്രെഡ് ചെയ്യുന്ന അയൺ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് വൈൻഡ് ചെയ്യുന്ന ഈ നീഡിലുകളൊക്കെ എങ്ങനെയാണ് വൈൻഡ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് വൈൻഡ് ചെയ്യേണ്ടതെന്ന്. എന്നാലും അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതും ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വൈൻഡ് ചെയ്തിൽ വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ക്ലോസ് ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിതൊന്ന് ഔട്ട്ലൈൻ ചെയ്തും കൂടെ എടുക്കും അവസാനം. ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല, സ്റ്റിച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഔട്ട്ലൈൻ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അങ്ങ് ഫില്ലായി പൊക്കോളും. അറിയത്തില്ല അങ്ങനൊരു ഗ്യാപ്പ് കിടക്കുന്നത്. ലീഫിൻ്റെ ഷേപ്പ് അന്നേരമായിരിക്കും വരുന്നത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പം. ആ ഔട്ട്ലൈൻ ചെയ്യുന്നതിനകത്തും ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് തന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ സെറി ത്രെഡോ ഒക്കെ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം.
അപ്പം ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിപ്പോൾ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരുപാട് ഇനി താഴോട്ട് ഞാൻ അതായത് ആ സെൻറ്റർ ഭാഗം ഒരുപാട് ഇനി താഴെ എത്തി, പക്ഷേ എൻ്റെ ലീഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇനി താഴോട്ട് കൊണ്ടുവരരുത്. കുറച്ചൊക്കെ ഒന്ന് മേലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് ഒരുപാട് ഇനി താഴെ ലൈനിൽ താഴെ വരരുത്. കാരണം ഒന്ന് ഫില്ലായി കിട്ടണമല്ലോ. ഫില്ലായി കിട്ടാതെ താഴെ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഏറ്റവും അടിഭാഗത്തെ ലീഫിൻ്റെ സൈഡൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, അതായത് പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് ഒരു വട്ടം ചെയ്താലല്ലേ ഇതെങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലീഫ് ചെയ്തെടുക്കാം, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ലീഫ് ചെയ്തിട്ട് പിന്നെ അവസാനം ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പല രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ എന്തായാലും നമ്മൾ വിഷു ഒക്കെ വരുവാണ്, നമുക്ക് എന്തായാലും ഇങ്ങനെ പഠിച്ചൊരു വിഷു ഒരു ഡിസൈനൊക്കെ ചെയ്യണം. എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വിഷുവിന് മുന്നേ നമുക്ക് എന്തായാലും ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നല്ല കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു വണ്ടി. ഒരു കുഴപ്പവും ഇല്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ലപോലെ തന്നെ ലീഫ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം പറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പറ്റിയതെന്ന്. അത്യാവശ്യം നല്ലപോലെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അത് മൊത്തത്തിൽ ഊരിയങ്ങ് പോയി. ഊരിപ്പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എവിടെയാണ് ഊരിപ്പോയതെന്ന്. ഞാൻ പറയുന്നതിനെക്കാട്ടി എങ്ങനെയാണ് ഊരിപ്പോയതെന്നും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് എൻഡ് ചെയ്യാൻ നോക്കിയതാണ്, എൻഡ് നോട്ട് കൊടുത്തിട്ട്. കണ്ട ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ ലീഫൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സ്പേസ് കുറവുണ്ട്. കാരണം ഞാൻ സെൻറ്റർ ഭാഗം ഇനി താഴെ എത്തി ആദ്യം തന്നെ. പിന്നെ അവിടെ ആ സെയിം ഹോളിൽ തന്നെ നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേയും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ ചെയ്തു പോകുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചതെന്നുള്ളത്. കണ്ടോ മൊത്തം ഊരിയങ്ങ് പോയി. ആ ത്രെഡിൽ പിടിച്ചിട്ടും അതവിടെ നിൽക്കുന്നില്ല, മൊത്തത്തിൽ ഊരിപ്പോയി. എന്താണ് പറ്റിയതെന്ന് എനിക്ക് ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടോ മൊത്തത്തിൽ ഊരിപ്പോയി. അത്രയും ചെയ്തു വന്നിട്ട് മൊത്തം ഊരിപ്പോയി. എന്നിട്ട് ഞാൻ വീഡിയോ കട്ടാക്കിയിട്ട് വീണ്ടും ഒന്നേം ചെയ്തു വെച്ചാൽ 2-3 വട്ടം അതങ്ങനെ ഊരിപ്പോയി. ലാസ്റ്റ് വരെ അത് ഊരിപ്പോവും. എന്താണെന്നറിയത്തില്ല, എങ്ങനെയോ അത് ഊരിപ്പോയി. എന്തായാലും അവസാനം ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഓഫാക്കിയിട്ട് എന്തായാലും രണ്ടാമത്തെ സ്റ്റിച്ചും സെയിം ഇതേ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഒരു സൈഡ് മാത്രമേ ചെയ്യത്തുള്ളൂ. ലെഫ്റ്റ് റൈറ്റും രണ്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യാനുള്ള കാര്യം, ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് 2-3 ഷെയ്ഡിൽ ഈ ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു സൈഡിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് അടുത്ത സൈഡിൽ ഷുഗർ ബീഡ്സോ കട്ട് ബീഡ്സോ അതും അല്ലെങ്കിൽ സർദോസിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഭംഗിയായിരിക്കും അന്നേരം കാണാം. ഒരു സൈഡിൽ സിൽക്ക് ത്രെഡും ഒരു സൈഡിൽ ബീഡ്സും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് 2 കളറുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ് പോലെ വരും. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കളറും കൂടെ കൊടുക്കാമെങ്കിൽ ഒരു ഡബിൾ ഷെയ്ഡ് ലീഫായിട്ട് വരും. 2 കളറിലൊരു ഹൈലൈറ്റ് പോലെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റും റൈറ്റും വ്യത്യാസമായിട്ട് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ആദ്യം ചെയ്തത് 2 ഒരുമിച്ചാണ് ചെയ്തെടുത്തത്, ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ് വരത്തില്ല. ഗ്യാപ്പില്ലാതെ കുറേയും കൂടെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരാതെയും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടായിരിക്കും ഇങ്ങനെ ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്യുന്നവർ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. ആ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കളർ കൊടുക്കാം, അതല്ലെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ആദ്യം ചെയ്ത ഫെദറിൻ്റെ സൈഡിൽ ഞാൻ ഔട്ട്ലൈൻ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ഔട്ട്ലൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഔട്ട്ലൈനും കൂടെ ഒന്നും ചെയ്യാൻ ഞാൻ നിന്നില്ല. ലീഫ് ഒന്ന് ചെയ്ത് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇതിപ്പോൾ ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ ലീഫ് ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രമായിട്ട് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം പറ്റിയിട്ട് ത്രെഡിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് തോന്നുന്നത്, അതോ ഞാൻ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണെന്നും എനിക്കറിയത്തില്ല. ത്രെഡ് പിഞ്ചി പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ ഒരു ത്രെഡ് വാങ്ങിക്കേണ്ടി വരും. വാങ്ങിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വേറെ വീഡിയോകൾ.
അപ്പോൾ ഈ ലീഫ് എന്തായാലും ഇതെനിക്ക് പാളിപ്പോയെന്ന് വെച്ചാൽ അത്ര ഭംഗിയായിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കൂടെ പഠിക്കുന്നവരും അതൊന്ന് ചെയ്ത് പഠിക്കുക. ഞാനും ഇത് എന്തായാലും ചെയ്തിട്ട് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ അബദ്ധങ്ങളാണ്. എല്ലാവരും പെർഫെക്റ്റായിട്ടൊന്നും അല്ല പഠിച്ച് തുടങ്ങുന്നത്. പഠിക്കുമ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങളും കാണാൻ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല ആദ്യമൊക്കെ പഠിച്ച് തുടങ്ങുമ്പം. പിന്നെ സിൽക്ക് ത്രെഡ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സിൽക്ക് ത്രെഡ് ഇല്ലാതെ നമുക്ക് ആരി വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. AR അറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചേച്ചി ഇതേപോലെ പറയുന്നുണ്ട് സിൽക്ക് ത്രെഡ് ഒന്നും ചേച്ചിക്ക് അത്ര വഴക്കം വരാറില്ല ചെയ്യാനായിട്ട്. പക്ഷേ ചേച്ചി എത്ര ഭംഗിയായിട്ടാണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ബ്ലൗസ് ചെയ്തെടുക്കുന്നതെന്ന്. ഭയങ്കര രസമായിട്ടാണ് ചേച്ചി ചെയ്തേക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു ചാനലാണെങ്കിൽ ഒന്ന് പോയി നോക്കണം. ഞാൻ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചേച്ചിയുടെ വീഡിയോകളൊക്കെ ഒരുപാട് അത് കണ്ടിട്ടും കൂടെയൊക്കെയാണ് ഞാനും വിചാരിച്ചു സിൽക്ക് ത്രെഡ് പഠിക്കുന്ന എന്തിനാ അതുപോലൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ ഒരു ചിന്ത എനിക്കും ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒന്ന് പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇത് തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അത്രയും ഭംഗിയൊന്നും ഇല്ല ഇത് കാണാൻ. ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ലീഫിലും ദാണ്ട കണ്ടില്ലേ, മൊത്തത്തിൽ അത് കുരുങ്ങി പിഞ്ചിപ്പോയി. അത് ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് മൂന്നാമതൊരു ലീഫ് ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കി. അത്യാവശ്യം അത് കറക്റ്റായിട്ട് വന്നു. പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് പഠിക്കുക. എന്നിട്ട് എത്ര പേര് ഇതേപോലെ ചെയ്യാൻ നോക്കി, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ അങ്ങനെ ആരും കമൻറ്റ് ചെയ്യാറില്ല. വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും കമൻറ്റ് അങ്ങനെ ആരും ചെയ്യാറില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി. അതുപോലെ ഞാൻ വാങ്ങിയ ത്രെഡിൻ്റെയും മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു ഷോർട്സായിട്ട് മീഷോ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. താല്പര്യമുള്ളവർ അതൊന്ന് പോയി നോക്കുക. നീഡിലൊക്കെ വാങ്ങിക്കാനാണ്. അത്യാവശ്യം നല്ല നീഡിലാണ്. തൊട്ടടുത്ത് കടയിലൊക്കെ കിട്ടാത്തവരാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ ചിലപ്പോൾ അതിനെക്കാട്ടി നല്ല നീഡിലുകൾ വേറെ ഉണ്ടായിരിക്കും. ഞാൻ വാങ്ങിയത് ഞാനൊന്ന് റിവ്യൂ ഇട്ടു എന്ന് മാത്രം. പിന്നെ എൻ്റെ അഹങ്കാരത്തിന് ഞാനിപ്പം അവസാനം സർദോസി ഉപയോഗിച്ചിട്ടും ഒന്ന് ചെയ്യാൻ നോക്കി. സർദോസി ഉപയോഗിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കാരണം ബീഡ്സ് പോലെ അങ്ങനെ അങ്ങ് കൈവിട്ട് ഇനി പോരത്തൊന്നുമില്ല. സർദോസി കുറച്ചുകൂടെ ആ നീഡിലിനകത്ത് അങ്ങനെ ഇരുന്നോളും. അപ്പം ഞാൻ തുടങ്ങിയത് അയൺ നീഡിൽ കൊണ്ടാണെങ്കിൽ ഞാനത് മാറ്റിയിട്ട് വുഡൻ നീഡിലെടുത്തു. അവസാനം വുഡൻ നീഡിലും കൊണ്ടേ സർദോസി ചെയ്യാൻ പറ്റത്തുള്ളൂ. സർദോസിയും ബീഡ്സും അയൺ നീഡിൽ കൊണ്ട് പറ്റും. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ത്രെഡ് ചെയ്യുന്ന നീഡിലാണ്, ബീഡ്സ് ചെയ്യുന്ന നീഡിലില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വുഡൻ നീഡിലെടുത്തു ബീഡ്സൊക്കെ ചെയ്യുന്ന. അപ്പോൾ അതും കൊണ്ടാണ് സർദോസി ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടെ ബീഡ്സൊക്കെ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കിപ്പം ബീഡ്സ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം, വിരലിൻ്റെ കയ്യിൻ്റെയൊക്കെ വഴക്കവും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സർദോസി ആദ്യം ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സർദോസി ചെയ്യുമ്പോൾ നേരത്തെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതുപോലല്ല, ചെറിയൊരു എൻഡ് നോട്ട് എല്ലായിടത്തും കൊടുക്കണം. ഇല്ലെങ്കിൽ ആ സർദോസി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇരിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ നേരെ മുകളിലൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു എൻഡ് നോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനകത്തായിരിക്കും സർദോസി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സർദോസിയും കൊണ്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ കട്ട് ചെയ്തെടുത്തത് അത്ര ശരിയായില്ല. ഇപ്പോൾ ആരി വർക്ക് ചെയ്യാൻ പഠിക്കാന്ന് വെച്ചാൽ സ്റ്റിച്ചുകൾ മാത്രം പഠിച്ചാൽ പോരാ. സർദോസി പോലുള്ള ഇതും അതുപോലെ ഷുഗർ ബീഡ്സും ഒക്കെ എത്ര എണ്ണം വേണം, ഇതൊക്കെ ഒന്ന് മനക്കണക്കാക്കി എടുക്കാന്ന് വെച്ചാൽ അതും അതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പൊന്നും വരത്തില്ല. അതിപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തതോടുകൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി എന്തായാലും ഉടനെ ഞാൻ നല്ലപോലെ ഈ ലീഫ് സ്റ്റിച്ച് ഒന്ന് ചെയ്യാൻ പഠിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. അതുപോലെ എൻ്റെ കൂടെ ചെയ്യാൻ പഠിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ മെറ്റീരിയൽസൊക്കെ വാങ്ങിയോ. അതുപോലെ നമ്മൾ ബീഡ്സിൻ്റെയൊക്കെ പഠിക്കാൻ ഉടനെ വീഡിയോ ഇടാം. ബീഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ വിഷുവിന് നമുക്കൊരു ഡിസൈൻ ചെയ്യണം, അതും എങ്ങനെയാണ് ഇപ്പോഴേ നമുക്ക് പഠിച്ച് തുടങ്ങണം വിഷുവിനൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട്. അതിൻ്റെയും കുറച്ച് ബേസിക് സ്റ്റിച്ച് ബൂട്ടാസ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.